നാമകീർത്തനം ശ്ലോകം 1. ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു താൻ തന്നെ സാക്ഷിയതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. ഇതാണ് ഒന്നാമത്തെ ശ്ലോകം. ഇവിടെ പറയുന്നത് ഓങ്കാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ. ഓങ്കാരം എന്ന് പറയുന്നത് പരബ്രഹ്മമാണ്, സാക്ഷാൽ ഈശ്വരൻ, പരബ്രഹ്മം നമുക്കറിയാം. അത് മൂന്നായി പിരിഞ്ഞു. എന്തിനാണ് മൂന്നായി പിരിഞ്ഞത്? വഴിയെ പറയാം. ആങ്കാരമായതിന് അഹങ്കാരങ്ങളായി പിരിയുകയാണ് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ഈ പ്രണവം, ഈ ഓങ്കാരം, ഈ പരബ്രഹ്മം മൂന്നായി പിരിഞ്ഞത് അഹങ്കാരങ്ങളായിട്ട് ആണ്. മൂന്ന് അഹങ്കാരങ്ങളായിട്ട് പിരിയുകയാണ്, വേർപെടുകയാണ് ചെയ്യുന്നത്. അതിനെന്താണ്? അഹങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയതു. എന്നിട്ടെന്താ? ഈ അഹങ്കാരങ്ങളായിട്ടുള്ളതിന് ഭഗവാൻ തന്നെ അല്ലെങ്കിൽ പരബ്രഹ്മം തന്നെ സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. എന്തിനാണ്? ബോധം വരുത്തുവതിനാളായി നിന്ന. ഇതെല്ലാം നമ്മൾക്ക് ബോധം വരുത്തി തരാൻ, ഈ പരബ്രഹ്മം എന്താണെന്നുള്ള ബോധം നമ്മൾ മനുഷ്യന് വരുത്തി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ സാക്ഷിയായി നിൽക്കുകയാണ്. പരമാചാര്യ രൂപ ഹരിനാരായണായ നമ. പരമമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും പരമശ്രേഷ്ഠനായ ആചാര്യനായി നിൽക്കുന്ന ഹരിനാരായണന് നമസ്കാരം എന്നാണ് ഇവിടെ പറയുന്നത്. ഹരിനാരായണനാണ് ആ പരമഗുരുവായിട്ട് നിൽക്കുന്നത്, അദ്ദേഹത്തിന് നമസ്കാരം. ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം. ഇനി ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരിലുമുള്ള ഒരു ബോധാംശമാണ് എന്താണ്? ഞാൻ. നമ്മളെല്ലാവരിലുള്ള ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു ഭാവമാണ് അല്ലെങ്കിൽ ഒരു ബോധമാണ് ഞാൻ എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയാതെ തന്നെ അറിയാലേ. ഞാൻ അത് കണ്ടിട്ടുണ്ട്. ഞാൻ വലിയ സംഭവമാണെന്ന് നമ്മളെല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്. ഈ ഞാൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പരബ്രഹ്മത്തിന്റെ തന്നെ അംശമാണെന്ന് നമ്മളെ മനസ്സിലാക്കി തരാനാണ് ഇവിടെ ഭഗവാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്കത് മനസ്സിലാവണമെങ്കിൽ എന്താണ്? സാക്ഷാൽ പരമ ഗുരുവായിട്ടുള്ള ഹരിനാരായണനെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രണവോപാസന ശീലിക്കുക. പ്രണവം ഓങ്കാരാണ്, വീണ്ടും പറയേണ്ട ആവശ്യമില്ല. ഈ പ്രണവോപാസന നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരമാത്മാവിന്റെ അംശമാണ് നമ്മൾ എന്നുള്ള ബോധം നമുക്ക് മനസ്സിലാക്കി തരും ഭഗവാൻ. അല്ലെങ്കിൽ നമുക്ക് സ്വയം നമുക്കതിനെ സാക്ഷാത്കരിക്കാൻ പറ്റും. ഇതാണ് ആദ്യത്തെ ശ്ലോകമായിട്ടുള്ള ഓംകാരമായ പൊരുൾ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിന്റെ അർത്ഥം ആക്കുന്നത്. ഇത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഇപ്പൊ ഈ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം മാത്രമല്ല ഉദ്ദേശിച്ചിട്ട്, അതായത് ഓങ്കാരം അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ആങ്കാരം, ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് തൊട്ടടുത്ത വീഡിയോയിൽ പറയാം.